എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ പെയിൻറ്റിങ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 4 സൈഡിലും മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതൊക്കെ മാറി നല്ല വൃത്തിക്ക് അതിൻ്റെ ബോർഡർ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതൊരു 2 പാർട്ടീഷൻ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് നടുവേ ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു യെല്ലോയും അതുപോലെ തന്നെ ഓറഞ്ചും റെഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ താഴത്തുനിന്ന് യെല്ലോ, അതിനുശേഷം ഓറഞ്ച്, പിന്നെ റെഡ്, പിന്നെ റെഡിൻ്റെ അവിടുന്ന് കുറച്ച് ഡാർക്കായിട്ട് വരുന്ന രീതിയിൽ ബ്ലാക്ക് കൂടെ കൊടുത്തിട്ട് അത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാനൊരു നൈറ്റിൻ്റെ എഫക്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ അതുപോലെ തന്നെ അതിനൊന്ന് ലൈറ്റ് ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ട് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ബ്ലൂ ഒന്ന് ഡാർക്കായിട്ട് കൊണ്ടുവന്നിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ബ്ലാക്ക് കൂടെ ഫില്ല് ചെയ്തിട്ട് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അവിടെ അങ്ങനെ ഒരു ബീജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും കൊടുത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പുല്ല് വളർന്ന് നിൽക്കുന്ന പോലെ വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാനിവിടുന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് മാർക്കർ പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു മരം വരച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തടിയുടെ ഒരു ഭാഗം നമ്മളിങ്ങനെ നടുക്കൂടെ ഒരു ലൈൻ പോലെ വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ബോഡിയായിട്ട് നമ്മളതിങ്ങനെ വരച്ച് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടുക്കൂടെ ഈ ഒരു മരത്തിൻ്റെ തടി വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ 2 സൈഡിലും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബ്ലെൻഡിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഓറഞ്ച് റെഡ് കോമ്പിനേഷൻ വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവിടെ ഈ ഒരു മരത്തിൽ നിന്നുള്ള ശേഖരങ്ങളും അതുപോലെ തന്നെ അത് ഇലകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഇച്ചിരി വലുതായിട്ട് വന്നിട്ട് പിന്നെ അത് നേരിയതാക്കി വരച്ചു കൊടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ശിഖരങ്ങൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ചുറ്റും ഇലകൾ നിൽക്കുന്ന പോലെ ചെറുതായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതിയോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫെക്ഷനായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒത്തിരി നാളായി പെയിൻറ്റൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതുപോലെ ഇലകൾ വരച്ചു കൊടുക്കാം. അതിനുശേഷം ചെറിയ കുത്തുകളൊക്കെ ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നല്ല പച്ചപ്പോടുകൂടി നിൽക്കുന്ന രീതിയിൽ നല്ല ഇലകളുമായിട്ട് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ മൊത്തം വരച്ചെടുത്ത് കൊടുക്കാം. നിങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയത്തില്ല അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മളിങ്ങനെയൊക്കെ ചെയ്താണല്ലോ പഠിക്കുന്നത്. അല്ലാതെ ആരും ആദ്യം തൊട്ടേ ഇതൊക്കെ അറിയാവുന്നവരായിട്ട് അങ്ങനെ ആരുമില്ല. എല്ലാവരും ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മാറ്റി പതിയാണ് പെർഫെക്റ്റ് ആവുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കും ഇതുവരെ അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ആയിട്ടില്ല. പിന്നെ ചുമ്മാ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇതൊക്കെ നല്ലൊരു റിലാക്സേഷൻ തരുന്ന ഒരു വർക്കാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ബ്ലൂ കളർ വരുന്ന ആ ഏരിയയിൽ നമ്മളിങ്ങനെ ഇലകളൊന്നുമില്ലാതെ ശിഖരങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇലകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ശിഖരങ്ങൾ മാത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ആദ്യം തന്നെ തണ്ടിൽ നിന്ന് അതിൻ്റെ ബോഡി പാർട്ടിൽ നിന്നും കുറച്ച് വണ്ണത്തിൽ ശിഖരങ്ങൾ വന്നിട്ട് പിന്നെ അത് നേർത്തതായിട്ട് വര വരുന്ന രീതിയിലാണ് വരച്ചു കൊടുത്തേക്കുന്നത്. ഇന്ന് ഇലകളൊന്നും ഇല്ലാതെ അത് ഇലകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ മൊത്തം വരച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് ഒരു റെഡും ഓറഞ്ചും ബീജി വരുന്ന ആ ഒരു അവിടെ നമ്മളൊരു സൂര്യനെ വരച്ചു കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ വെച്ചിട്ട് ഒരു ചെറിയ വട്ടം വരച്ചു കൊടുത്ത് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഓറഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക. അതിനുശേഷം ആ ബ്ലൂ കളർ ബീജ് വരുന്നിടത്ത് നൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചന്ദ്രനെ വരച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ വെച്ചിട്ടാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ വൈറ്റ് കളർ വെച്ച് തന്നെ ഇങ്ങനെ ചെറിയ കുത്തിട്ട് കൊടുക്കുന്ന നക്ഷത്രങ്ങൾ പോലെ തോന്നിക്കുന്ന രീതിയിൽ ചെറിയ കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ബ്രഷിൽ നിന്ന് സ്പ്രേ ചെയ്യുന്ന രീതിയിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ബ്രഷ് വെച്ച് തന്നെയാണ് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ പെയിൻറ്റിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ നമ്മുടെ മാസ്കിൻ ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ പശ കളഞ്ഞിട്ട് മാസ്കിൻ ടേപ്പ് പൊട്ടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഞാൻ പശ കളയാതെ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി സൂക്ഷിച്ച് വേണം നമ്മൾ ആ ഒരു മാസ്കിൻ ടേപ്പ് റിമൂവ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബോർഡർ ഒന്ന് ചെറുതായിട്ട് കട്ടായിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.